ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരികളുമായുള്ള ജീപ്പ് സഫാരിക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ജില്ലയിൽ വിവിധ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മൂന്നാർ പോതമേട്ടിൽ ട്രെക്കിംഗ് ജീപ്പ് മറിഞ്ഞ് സഞ്ചാരികളിൽ ഒരാൾ മരിച്ചതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി മുതൽ ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത്. ഇടുക്കി ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോടും ചേർന്ന് സഞ്ചാരികൾക്കായി നിരവധി ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തിവരുന്നുണ്ട്. 2000-ഓളം ജീപ്പുകളും ഇതേ ആശ്രയിച്ചു കഴിയുന്ന നിരവധി തൊഴിലാളികളുമാണുള്ളത്. കഴിഞ്ഞ ദിവസം മൂന്നാർ പോതമേട്ടിൽ ട്രെക്കിംഗ് ജീപ്പ് മറിഞ്ഞ് സഞ്ചാരികളിൽ ഒരാൾ മരിച്ചിരുന്നു. ഇങ്ങനെ അപകടങ്ങൾ പതിവായതോടെയാണ് കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ മുന്നറിയിപ്പില്ലാതെ രാത്രിയിൽ ഉത്തരവിറക്കിയതാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണം. കുമളിയിൽ CITU-വിൻ്റെയും INTUC-യുടെയും BMS-ൻ്റെയും നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. DTPC സെന്റർ, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് മാർച്ച് നടത്തുകയും പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ഡ്രൈവർമാരെ ബാധിക്കുന്ന ഉത്തരവ് കളക്ടർ പിൻവലിക്കണമെന്നും വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ കളക്ടറേറ്റ് ഉപരോധമടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ടൂറിസവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മോട്ടോർ തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന നടപടിയുമായിട്ടാണ് കളക്ടർ കടന്നിട്ടുള്ളത്. ഇവിടെ കളക്ടർ ഉത്തരവിടുമ്പോൾ ആ വണ്ടികൾ നിർത്തിവെക്കാനും കളക്ടർ തുടങ്ങാൻ പറയുമ്പോൾ തുടങ്ങാനും ഉള്ളതല്ല ഇവിടുത്തെ ടൂറിസം. ഈ ജില്ലയിലെ ടൂറിസത്തെ തകർക്കുന്നതിന് ഈ ജില്ലയിൽ കളക്ടറായി വന്ന അന്ന് മുതൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഈ ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടില്ല, ഈ ജില്ലയിലെ നിർമ്മാണ നിരോധനം നീക്കാൻ പാടില്ല. ഇതെല്ലാം കൃത്യമായ രാഷ്ട്രീയ ലോബിയുടെയും മറ്റ് പ്രദേശങ്ങളിലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ഈ നാട്ടിലുണ്ടാകുന്നത്. അതേസമയം സഞ്ചാരികളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കാനാണ് നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ആവശ്യമായ പരിശോധനകൾ നടത്തിയ ശേഷം സുരക്ഷിതമായ സ്ഥലങ്ങൾ നിശ്ചയിക്കും. വാഹനങ്ങളുടെ ഫിറ്റ്നസും ഡ്രൈവർമാരുടെ ലൈസൻസും പരിശോധിച്ച ശേഷം സമയബന്ധിതമായി സവാരി പുനരാരംഭിക്കാനാണ് തീരുമാനം. സിറ്റി വിഷൻ, കുമളി.